ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് Canonൻ്റെ MF272DW എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. ചെറിയൊരു സ്പെസിഫിക്കേഷൻ പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 71 സീരീസ് കാറ്റേജാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. അതേപോലെ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും അതേപോലെ ഈ ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ള എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു രീതിയിൽ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഈ മോഡൽ പ്രിൻ്റർ വയർലെസ് പ്രിൻറ്റിങ് സപ്പോർട്ട് ചെയ്യും, 2 സൈഡ് പ്രിൻറ്റിങ് വരുന്നുണ്ട്. അതുപോലെ ആപ്പിൾ ഐ പ്രിൻറ്റും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഡ്രൈവർ സൈഡിയും അതേപോലെ യൂസർ മാനുവലെല്ലാം ഉള്ളൊരു പാക്കിംഗ് കവറാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പഡാണ്, നിങ്ങൾക്ക് ആ ടാപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നിങ്ങളെ കമ്പ്യൂട്ടറിന് ഡ്രൈവർ സൈഡിൽ സപ്പോർട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓൺലൈൻ വഴി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡിൽ നോക്കുന്ന ഗ്യാപ്പിൽ നോക്കുന്ന സമയത്ത് ഈ പ്രിൻ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് USB കേബിൾ വരുന്നതാണ്. ശേഷം പിന്നീട് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ കേബിളും കൂടെ വരുന്നത് കാണാൻ സാധിക്കും. ഈ പവർ കേബിൾ കുറച്ച് ആംബിയർ കൂടി ടൈപ്പാണ്, അത് നിങ്ങൾ പ്ലഗ് സോക്കറ്റിൽ കണക്റ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ 2 തെർമോകോപ്പീസിൽ ഒഴിവാക്കുക. ശേഷം നമുക്ക് ഈ കാണുന്ന പാക്കിംഗ് കവർ റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ അതും ജസ്റ്റ് മാറ്റി വെക്കുന്നു. ശേഷം നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ ഇവിടെ പുറത്ത് കാണാൻ സാധിക്കും ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ട്. അതേപോലെ കാറ്റേജിൻ്റെ ഉള്ളിലും ചെറിയ സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പോൾ പ്രിൻ്റർ ഓൺ ആക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഈ ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ആ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഒരു 45 ആംഗിളിൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കാറ്റേജിൻ്റെ അവിടെ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഡോറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഇവിടെ അല്ല, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാം, അത് പൊക്കാനുള്ള അവിടെ പിടിച്ചിട്ടാണ് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് അതേപോലെ പേപ്പർ ലോഡ് ചെയ്യേണ്ട ട്രേ ആണ് വരുന്നത്. അവിടെ ഒരു ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. ഓക്കെ, യെസ്, അത് നേരെ ഓപ്പൺ ചെയ്തു. നമ്മൾ കാറ്റേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. ഇവിടെ കാറ്റേജ് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെയുള്ള കാണുന്ന ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നു. നേരെ കാറ്റേജ് അതിൽ നിന്നും ജസ്റ്റ് വലിച്ചെടുക്കാവുന്നതാണ്. ആ വലിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കാറ്റേജിൽ വല്ല ഇതേപോലെ ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ മോഡലിന് നോർമലി അത് വരലില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കാറ്റേജ് തിരിച്ച് ലോഡ് ചെയ്യുക, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. പിന്നെ മെയിൻ സ്കാനർ മൊഡ്യൂളും ഇതേപോലെ ക്ലോസ് ചെയ്യണം. അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യുക. ജസ്റ്റ് അവിടെ പിടിച്ചിട്ട് മേലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അത് ഡോർ ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഡിസ്പ്ലേയിലും ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്ലൂ കളർ സ്റ്റിക്കറെല്ലാം നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് പ്രിൻ്റർ ഓൺ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ നേരെ പവർ കേബിൾ എടുക്കുന്നു. പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് ലെഫ്റ്റ് സൈഡിലാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. താഴെ ഭാഗത്താണ് വരുന്നത്, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് ഏറ്റവും താഴെ ഭാഗം നോക്കുക, അവിടെ ജസ്റ്റ് പവർ കേബിൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നേരെ നമ്മൾ പ്രിൻ്ററിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പ്രിൻ്റർ ഓൺ ആക്കുക. ആദ്യമായിട്ട് ഓൺ ആക്കുന്ന സമയത്ത് ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും, ഇനീഷ്യൽ ലോഡിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ കാറ്റേജ് ഡിറ്റക്റ്റ് ചെയ്യാനോ അതേപോലെ ഇതിൽ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ വന്ന മെസ്സേജ് ശ്രദ്ധിക്കുക, അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ശേഷം ചോദിക്കുന്നത് നമ്മൾ കൺട്രി ഏതാണെന്നുള്ളതാണ്. അത് ജസ്റ്റ് നമ്മൾ കൺട്രി ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. താഴോട്ട് വരേണ്ട ആവശ്യമുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്നുണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ടൈം സോണാണ് ചോദിക്കുന്നത്. നമ്മൾ ടൈം സോൺ ഏതാണുള്ളത് അത് ജസ്റ്റ് സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെന്നൈ ആണ് വരുന്നത്. ജസ്റ്റ് ആ ചെന്നൈ 5:30 ആണ് വരിക. ജസ്റ്റ് അവിടെ ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് അത് ജസ്റ്റ് അതും സെലക്ട് ചെയ്യുന്നു.
അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ചോദിക്കുന്നത് നമ്മുടെ കറണ്ട് ഡേറ്റ് ടൈമാണ്. അതിവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോഡൽ പ്രിൻ്ററിന് ചെറുതായിട്ടൊരു CMOS ബാറ്ററി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡെയിലി യൂസേജ് ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് പ്രിൻ്റർ പവർ ഓൺ ചെയ്ത് വെക്കണം. അപ്പോഴാണ് CMOSലേക്ക് ചാർജ് ആവുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇതേപോലെ ഒരു ടൈം സെറ്റ് ചെയ്താൽ ഇതേപോലെ നെക്സ്റ്റ് ഒരു മെസ്സേജ് വരുന്നതാണ്. അവിടെ ജസ്റ്റ് നോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നോ എന്ന് കൊടുത്താൽ മതി. ഇവിടെ അതിൻ്റെ കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് പ്രിൻറ്റിങ് ആൻഡ് സ്കാനിങ് ചെയ്യാവുന്നതാണ്, നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റീപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.